Hello friends, Assalamu alaikum. Welcome to Food Log. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വേവിച്ചെടുത്ത അരി, കാബേജ്, ക്യാരറ്റ്, ടൊമാറ്റോ, പൊട്ടാറ്റോ, ക്യാപ്സിക്കം, കറി ലീവ്സ്, കൊറിയൻഡർ ലീവ്സ്, പച്ചമുളക്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, 3 മുട്ട, ഉള്ളി, മസാലപ്പൊടികൾ, പെപ്പർ പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജീര, മാജിക് മസാല, ചില്ലി പൗഡർ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊരിച്ചെടുത്ത ചിക്കൻ. ഇനി നമുക്ക് മുട്ടയെ ഒരു ഫ്രൈ പാനിലിട്ട് 2 മിനിറ്റോളം ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് സെറ്റാക്കി എടുക്കാം. ഒരു ഇൻഡക്ഷൻ കുക്കർ എടുത്ത് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് കറി ലീവ്സും കൂടി ചേർത്ത് ഒരു 1 മിനിറ്റോളം ഫ്രൈ ആക്കാം. കറി ലീവ്സ് ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഉള്ളി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഏകദേശം സെറ്റായി വരുമ്പോൾ അതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. പൊട്ടാറ്റോ, വേവിച്ചെടുത്ത പൊട്ടാറ്റോയാണ്, ക്യാരറ്റും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർക്കാം. കാബേജ്, ക്യാപ്സിക്കം കൂടി ചേർത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. അതൊക്കെ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് മസാലപ്പൊടികളും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഒരു 2 മിനിറ്റോളം ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ട ഫ്രൈ ആക്കിയതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വേവിച്ച് വെച്ച അരിയും കൂടി ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. അരിയും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അതിന്റെ മുകളിലായി നമുക്ക് എടുത്തു വെച്ച സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. ഇനി നമുക്ക് ചെയ്യാനൊന്നുമില്ല, ലാസ്റ്റ് സ്റ്റെപ്പാണ്. കൊറിയൻഡർ ലീവ്സും ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. നല്ല മഴന്റെ ടൈം ആകുമ്പോൾ ചൂട് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അടുത്തുള്ള ചുവപ്പ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.